നമ്മുടെ സ്റ്റേറ്റ് ഫ്രൂട്ട് ഏതാണ്? ചക്കയാണ്. തനത് പാലക്കാടുകാർ ഒരുപാട് പേരുണ്ട്. ഇന്ത്യ ഇളക്കി മറിച്ച ആളുകൾ. അതെ. അങ്ങനെയുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? യൂത്ത് അല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇതിനൊന്നും ഈ മത്സര പരീക്ഷകൾക്ക് പോകുന്നതിനിടയ്ക്ക് ഇതൊന്നും വായിക്കാൻ സമയം കിട്ടുന്നില്ല. ഇതുപോലെ എത്ര സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു? ഡു യു നോ? തീർച്ചയായിട്ടും ഉണ്ട്. വീക്ക്നെസ് അല്ല, എപ്പോഴത് വീക്ക്നെസ് ആകുന്നത്? ക്രോസിംഗ് ദ ലിമിറ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PSC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. Good evening, madam. Yes. Take your seat. Thank you. So your good name, you just give an introduction of you. My name is Deepak A.S. I am from Palakkad district, proper place Mangalam Dam, and I am currently working as a university assistant in Calicut University. I entered my job career as village field assistant in Ottapalam Taluk, and my second job, and I relieved from my duty and joined as assistant in KSFP Guruvayur branch, and later when university assistant advice came, I joined Calicut University as assistant. Okay. So Mangalam Dam, madam. Mangalam Dam Meghala. Okay. So BSc Honours Cooperation and Banking, isn't it? Yes. You know, centrally sponsored schemes are restructured by Government of India. അതായത് ഓരോന്നായിട്ട് ഇങ്ങനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും അവസാനം റീസ്ട്രക്ചർ ചെയ്ത സെൻട്രലി സ്പോൺസേഡ് സ്കീം ഏതാണെന്ന് പറയാമോ? 2 ആഴ്ചയായിട്ടുള്ളൂ റീസ്ട്രക്ചർ ചെയ്തിട്ട്. ഞാൻ ക്ലൂ തരാം. 2005 ആ സ്കീം തുടങ്ങിയത്. MGNREGA. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആക്ട്. ആക്ട്. ഓക്കെ. അതിനിപ്പോൾ എന്ത് പേരാ കൊടുത്തിരിക്കുന്നത്? അതല്ലേ പഠിച്ചു വെക്കേണ്ടത്. MGNREGP നമ്മൾ 10-25 കൊല്ലം കൊണ്ടേ അറിയുന്നത്, 20 കൊല്ലം കൊണ്ടേ അറിയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ MGNREGA ആൻഡ് ദ ന്യൂ സ്കീം? സ്കീമിൽ റീസ്ട്രക്ചർ ചെയ്തപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണ്? The first one was considered as a demand driven one. അതായത് തൊഴിലും കൂലിയും ഉണ്ടെങ്കിലേ കഞ്ഞി വയ്ക്കാനാകൂ എന്ന ആഗ്രഹമുള്ളവർക്ക് കൊടുക്കുക ജോലി. അങ്ങനെ ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ സ്കീമായിട്ടാണ് അത് കൊണ്ടുവന്നത്, ഇല്ലേ? അങ്ങനെയുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ? യൂത്ത് അല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സപ്ലൈ ഡ്രിവൺ സ്കീമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റേത് എനിക്ക് ജോലി വേണമെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പം ദീപക്കിന് ജോലി വേണമെന്ന് പറഞ്ഞ് ദീപക് ചെല്ലുമ്പോൾ ജോലി കൊടുക്കും. അതാണ് ഡിമാൻഡ് ഡ്രിവൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നു ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ തരം ജോലി കൊടുക്കണം എന്ന്. അതാണ് സപ്ലൈ ഡ്രിവൺ എന്ന് പറയുന്നത് ഇപ്പോൾ. ഓക്കെ, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അറിയേണ്ടത് അതല്ല. ദർ ഈസ് എ സെയിങ് ഓർ ദർ ഈസ് എ ബിലീഫ് ദാറ്റ് റീസ്ട്രക്ചറിങ് ഓഫ് ദി സെൻട്രലി സ്പോൺസേഡ് പ്രോജക്ട്സ് are making states more fiscally disturbed. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിനെ റീസ്ട്രക്ചർ ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാനങ്ങൾ കൂടുതൽ ഫിസ്ക്കൽ ക്രൈസിസിൽ എത്തിച്ചേരുന്നു എന്ന്.
അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ MGNREGP 90% പണം കേന്ദ്രവും 10% സംസ്ഥാനവുമാണ്. ഇപ്പോൾ അത് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 60% മാത്രം കേന്ദ്രം കൊടുക്കുന്നു, 40% സംസ്ഥാനം കണ്ടെത്തണം. എന്ന് വെച്ചാൽ പണ്ടത്തേക്കാൾ 30% കൂടുതൽ സംസ്ഥാനം ഇതുപോലെയാണ്. ഇതുപോലെ എത്ര സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു ഡ്യൂവിനോ ഏർലിയർ? ടോട്ടലോ? അതായത് 2014 മുൻപ് എത്ര സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു? ഫുള്ളി സ്പോൺസർഡ് ബൈ സെൻറ്റർ? അങ്ങനെയല്ല, 68 സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ സെൻറ്ററും സംസ്ഥാനങ്ങളും കൂടി പങ്കിടുന്ന സ്കീംസാണ്. 68 സ്കീംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈ 2014 ശേഷം അത് 28 ആക്കി കുറച്ചു. എല്ലാത്തിലും ഇതുപോലെ റീസ്ട്രക്ചറിങ് നടത്തി. ഏതുപോലെ? സെൻറ്ററിൻ്റെ എമൗണ്ട് കുറച്ച് സംസ്ഥാനങ്ങളുടെ എമൗണ്ട് കൂട്ടി. അപ്പം നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസ്, കേരളത്തിന് ഫിസ്ക്കൽ ക്രൈസിസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ ആക്കം കൂട്ടി ഈ തരത്തിലുള്ള റീസ്ട്രക്ചറിങ്. അപ്പോൾ അങ്ങനെ റീസ്ട്രക്ചറിങ് ഇനി അത് ഇരിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ ഒരു പൊസിഷൻ ഇപ്പോൾ കേരളത്തിൻ്റെ ഫിസ്ക്കൽ ക്രൈസിസ്. ഉദാഹരണത്തിന് FRBM ആക്ട്. കടമെടുക്കുന്നത് FRBM ആക്ട് അനുസരിച്ച് എത്ര വരെയാകാം? ലിമിറ്റ് അല്ലേ? ലിമിറ്റ്, ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. GSDPയുടെ ഇത്ര ശതമാനമേ കടമെടുക്കാവൂ ആനുവൽ എന്നും പറഞ്ഞിട്ടൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 30%. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. സമയക്കുറവാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും പഠിപ്പിച്ചു തരാൻ സമയമില്ലല്ലോ. അപ്പോൾ സാറിലേക്ക് പോകുന്നു, നന്നായിട്ട് ബഡ്ജറ്റൊക്കെ എടുത്തു വെച്ച് ഇതൊക്കെ പഠിക്കണം കേട്ടോ, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്. ദീപകേ, ആദ്യം എൻ്റെ കൺഗ്രാജുലേഷൻ. കാരണം 3 ജോലികൾ അല്ലേ അടുപ്പിച്ചടുപ്പിച്ച് കിട്ടി, 4ാമത്തേന് പ്രിപ്പയർ ചെയ്യുന്നു. കൂടാതെ കേരള ബാങ്കിൻ്റെ മാനേജർ അതിൻ്റെ റാങ്ക് ലിസ്റ്റിനകത്ത് 223 ആയിട്ടുണ്ട്. അന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? അവിടെ ഡെഫിനിഷൻ ഓഫ് ബാങ്ക് ചോദിച്ചു, പിന്നെ വാട്ട് വിൽ യു ഡു ആസ് എ മാനേജർ ഇൻ ബാങ്ക് എക്സ്ട്രാ ചോദിച്ചു. പിന്നെ വാട്ട് ഈസ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, വാട്ട് ഈസ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ചോദിച്ചു. പിന്നെ ദീപകിനെ കുറിച്ച് പേഴ്സണലായിട്ട് എന്തൊക്കെ ചോദിച്ചു? പേഴ്സണലായിട്ട് വൈ ക്വിറ്റ് KSFB job and joined assistant, why do you quit KSFB job for your assistant അങ്ങനെ ചോദിച്ചു. എന്തായിരുന്നു അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം കുറച്ചുകൂടെ എനിക്ക് ഒരു ബെറ്റർ ജോബായിട്ട് തോന്നി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അത് ഒന്ന് ഒറ്റപ്പാലത്തായിരുന്നു, VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ ഗുരുവായൂരായിരുന്നു. അതെ KSFB. പിന്നീട് പാലക്കാട് തന്നെയാണ്. അതെ ഇത് തിരുവനന്തപുരത്തുമാണ്, സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തുമാണ്. അതെ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റും സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ശമ്പള സ്കെയിലില്ല. ഇല്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര വർഷത്തെ സർവീസുമായി? ഇപ്പോൾ യൂണിവേഴ്സിറ്റി ടോട്ടലാണോ? യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് 29 ജോയിൻ ചെയ്തതാണ്. ഈ മാർച്ച് 29. പിന്നെന്താണ് ഇതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലോട്ട് വരാൻ കാര്യം? സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പം ഗവേണൻസിൻ്റെ പീക്ക് സ്ഥലമല്ലേ. അപ്പോൾ ഗവൺമെൻറ് പോളിസീസൊക്കെ ഫോമുലേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അത്രയും പവർഫുൾ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ ഭാഗമാണ് ബാക്കിയെല്ലാം എക്സിക്യൂഷനാണ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് ആണ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നു, അതുപോലെ അതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ബോഡിയാണ് സെക്രട്ടേറിയറ്റ് എന്ന്. അങ്ങനെയൊരു മിനിസ്ട്രിയൽ ലെവലിലും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസ്, ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസ് നമ്മൾ വഴി ഓർഡർ ആക്കി ഹയസ്റ്റ് സെനീറ്റ് പോലെ അവിടെ ഒരു സെൽഫ് ക്രിറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ അവിടെ ഗവൺമെന്റ് പോളിസികളൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ കണ്ടെത്തി, കൂടുതൽ ആൾക്കാരോട് ചോദിച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാൻ. അതാണ് സെൽഫ് ക്രിറ്റിക് ആണോ? അതെ. എന്ത് സെൽഫ് ക്രിറ്റിക് എന്നുള്ളതുകൊണ്ട് ദീപക് അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഇറ്റ്? അതായത് ഞാൻ ചെയ്യുന്ന ചെയ്ത കാര്യങ്ങളും ഞാൻ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ നോക്കുന്ന. അത് നല്ലതാണോ ചീത്തയാണോ? അത് വീക്ക്നെസ് ആണോ സ്ട്രെങ്ത് ആണോ? ബോത്ത് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ചെയ്യുമ്പോഴും കുറച്ചൊരു ഓവറായി ചെയ്യുമ്പോൾ
വീക്ക്നെസ് പോലെ ഓവർറൈഡ് ചെയ്യുന്നുണ്ടോ? ആ കുറച്ച് ചെയ്യാറുണ്ട്, സെൽഫ് ക്രിറ്റിക് ചെയ്യാറുണ്ട്. ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണ്? യുവർ എ പെർഫെക്ഷനിസ്റ്റ് ഓൾസോ. അതെ, ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ നമ്മളൊരു കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും സെൽഫ് ക്രിറ്റിക്ക് നടത്തുന്നതും ഒന്നും എന്തല്ല, വീക്ക്നെസ് അല്ല. എപ്പോഴത് വീക്ക്നെസ് ആകുന്നത്? ക്രോസിങ് ദ ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീക്ക്നെസ് എന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് നമ്മൾ എഴുതുന്നത് ശരിയാണോ? അത് നമ്മുടെ പോസിറ്റീവായിട്ട് അത് പറഞ്ഞാൽ എങ്ങനെ പറയും? ദീപകിൻ്റെ പേഴ്സണാലിറ്റിയിലെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? എൻ്റെ പോസിറ്റീവ് റെസ്പോൺസിബിൾ ആണ്. അതായത് തരുന്ന ജോലികൾ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആണ്. ബുള്ളറ്റ് പോയിന്റ് മതി. റെസ്പോൺസിബിൾ ആണ്. പിന്നെ റെസീലിയൻ്റ് ആണ്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ന്യൂ ലേണറാണ്. പിന്നെ എക്സ്പീരിയൻസ് കൂടുതൽ ഗെയിൻ ചെയ്യാനും നല്ല കരിയർ പ്രോസ്പെക്റ്റീവ്, നല്ല വിഷൻ ഉള്ള ആളാണ്. അതെ. ഗുഡ്. അത് നിങ്ങളെ ജോലികൾ മാറി മാറി ചെയ്യുന്നതിലൂടെ തെളിയിക്കപ്പെട്ടു. പിന്നെ സെൽഫ് ഇവാലുവേഷൻ നടത്തുന്ന ആളാണ്. ക്രിട്ടിക് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് നടത്താം? സെൽഫ് ഇവാലുവേഷൻ നടത്തുന്ന ആളാണ്. ചെയ്യുന്നത് എന്തായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്, അല്ലേ? അപ്പോൾ വീക്ക്നെസ്സിന് വേറെ കണ്ടുപിടിക്കണം. ഈ ഇൻ്റർവ്യൂവിന് വന്നുകൊണ്ട് നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ എന്താക്കി മാറ്റി? പോസിറ്റീവ് ആക്കി മാറ്റി. അങ്ങനെ നല്ല പെർഫെക്ഷനിസ്റ്റായിട്ട് നല്ല കോൺഫിഡൻസോടു കൂടി സാറിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. ദീപക് പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാടിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. പാലക്കാട് ഇപ്പം എല്ലാം പ്രകൃതി ഭംഗി കൊണ്ട് എല്ലാവിടെയും ഫേമസ് ആണല്ലോ നമ്മുടെ സ്ഥലം. എല്ലാവരും വിസിറ്റ് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് നെൽപ്പാടങ്ങളും ഇപ്പൊ റീലിലൊക്കെ പാലക്കാടാണ് നിറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇനി വേലകൾ വരുന്നു, പൂരങ്ങൾ വരുന്നു, വെടിക്കെട്ടുകൾ ഒക്കെ പാലക്കാടിൻ്റെ ഒരു വരുന്ന കാലം. നല്ല ഇത്രയും പാലക്കാടിനെ കുറിച്ച് പറയാനുള്ളൂ. പാലക്കാടിന്റെ സംസ്കാരം, ചരിത്രം, കരിമ്പനകളുടെ അറിയപ്പെടുന്നു, സാഹിത്യം, ഇതായിട്ടൊക്കെ കണക്ട് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടോ? OV വിജയൻ ഖസാക്കിന്റെ ഇതിഹാസം, സംഗീതം, നൃത്തം, ബ്യൂറോക്രസി, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പാലക്കാടിന് അഭിമാനിക്കാൻ വകയുണ്ടോ? ഒരുപാട് ആളുകൾ. ആരൊക്കെയാ? പാലക്കാട് നിന്നും ബ്യൂറോക്രസിയുടെ ഔന്നത്യങ്ങളിലേക്ക് പോയ 2-3 ആളുകളുടെ പേര്. ശശി തരൂർ ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. ഇന്റർനാഷണൽ ബ്യൂറോക്രസി, ഇന്ത്യയിലെ ബ്യൂറോക്രസിയുടെ ഭാഗമാണോ അദ്ദേഹം? ശശി തരൂർ. KR നാരായണൻ പാലക്കാടുകാരനല്ല, ഒറ്റപ്പാലം അല്ല, മത്സരിച്ച് ജയിച്ചാണ് അദ്ദേഹം. കോട്ടയംകാരൻ. റൈറ്റ്. പാലക്കാട് തനത് പാലക്കാടുകാർ ഒരുപാട് പേരുണ്ട്. ഇന്ത്യ ഇളക്കി മറിച്ച ആളുകൾ. അതെ. ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ശേഷൻ തമിഴ്നാട്ട് പാലക്കാട്ടുകാരനാണോ? അല്ലേ? ആണോ? ആണ്. KPS മേനോൻ പാലക്കാട്ടുകാരനാണോ? ആദ്യത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. ശിവശങ്കർ മേനോൻ പാലക്കാട്ടുകാരനാണോ? ആണോ? ഖസാക്കിന്റെ ഇതിഹാസം അത് പറഞ്ഞു. ഇടയ്ക്ക് പതുക്കെ പറഞ്ഞു. പിന്നെ പാലക്കാട് മണി അയ്യർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഇവരൊക്കെ പാലക്കാടുകാരാണോ? റൈറ്റ്. ഇവരൊക്കെ അല്ലേ പറയേണ്ടത്? ഉഷാറായിട്ട് പറ. നിങ്ങൾക്ക് ഒരുപാട് ആളുകളുള്ള സ്ഥലമല്ലേ പാലക്കാട്? ഓക്കെ. പിന്നെ നമ്മുടെ ഭരണഘടനയിൽ ഒരു അമെൻമെൻറ്റ് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ അമെൻമെൻറ്റ് 130ാമത്തെ അമെൻമെൻറ്റ് എന്നറിയപ്പെടും. ഭരണഘടനാ ഭേദഗതി എന്താണെന്ന് അറിയാമോ? 130ാം ഭരണഘടനാ ഭേദഗതി സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആണ്. അത് 130ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണോ? സൈമൾട്ടേനിയസ് ഇലക്ഷന് ആണോ 130ാം ഭരണഘടനാ ഭേദഗതി? ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ഭരണഘടനാ ഭേദഗതിയാണ്. പാസ്സായിട്ടില്ല, കൊണ്ടുവന്നിരിക്കുക. എന്താണ്? അതായത് ക്രിമിനൽ കേസിൽപ്പെട്ടാൽ മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണം.
എന്ന് പറയുന്നതാണ് ആ ഒരു ഭേദഗതി. ആ ഒരു നിർദ്ദേശത്തോട് ദീപക് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനെക്കുറിച്ച് അറിയുമോ, വല്ലതും അറിയാമോ, വായിച്ചിട്ടുണ്ടോ ദീപക്? ഇതിനും ഈ മത്സര പരീക്ഷകൾക്ക് പോകുന്നതിനിടയ്ക്ക് ഇതൊന്നും വായിക്കാൻ സമയം കിട്ടുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ട്, വായിക്കും. പത്രം വായിക്കാറില്ല? പിന്നെ എങ്ങനെ ഈ ടെസ്റ്റുകളൊക്കെ പാസ്സായത്? കറണ്ട് അഫയേഴ്സ് ഒക്കെ കറണ്ട് അഫയേഴ്സ് പത്രങ്ങളിലൂടെ അല്ലേ വരുന്നതല്ലേ ദീപക്? ഓക്കെ ലീവ് ഇറ്റ്. മൈഗ്രൻ്റ് വർക്കേഴ്സ് നമ്മുടെ നാട്ടിലെ ഒരു ഇഷ്യൂ ആണ്. നമ്മളെ സഹായിക്കുന്നവരവരാണ്. ചിലപ്പം അവർ പ്രശ്നമായി മാറുകയും ചിലപ്പം അവർ പ്രശ്നക്കാരാണെന്ന് നമ്മൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണ് കേരളത്തിൽ? ഈ ഇടയ്ക്കൊരു മൈഗ്രൻ്റ് വർക്കറെ നമ്മൾ അങ്ങനെ അടുത്താണ് അല്ലേ? എവിടെ വെച്ചാൽ വയനാട്ടിലാണ്? വയനാട്ടിലൊന്നും അല്ല, എവിടെ വെച്ചാൽ പാലക്കാടാണ്. പാലക്കാട് വെച്ചല്ലേ എന്തോ പള്ളം കൊല്ലപ്പെട്ടല്ലോ, ആൾക്കാർ ഉപദ്രവിച്ചു. പള്ളത്ത് വെച്ചല്ലേ ഒന്ന്, എന്തോ പള്ളം അത് ആയിക്കോട്ടെ, ബോർഡറിൽ വെച്ച്, നമ്മുടെ പാലക്കാട് ബോർഡറിൽ വെച്ചിട്ടാണ് സംഭവിച്ചത്. ഓക്കെ, എന്തായാലും മൈഗ്രൻ്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കൾച്ചറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ സ്വൈര ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ്, വാട്ട് ഈസ് ദ പ്രോബ്ലം? അവരുടെ ക്യാരക്ടർ ചിലപ്പോഴൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡ്രഗ് അബ്യൂസ് കുറെ മെജോറിറ്റി പീപ്പിൾസ് ഭയങ്കര മെജോറിറ്റി അങ്ങനെയാണോ? പെരുമ്പാവൂരൊക്കെ ഭയങ്കര അതിന്റെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂർ ചെന്നാൽ അവരേ ഉള്ളൂ. പ്ലീസ്. പിന്നെ സെമി സ്കിൽഡ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എൻ്റെ സമയം തീരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഫ്രൂട്ട് ഏതാണ്? കേരള സംസ്ഥാന ഫലം ചക്കയാണ്. താങ്ക്സ്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പേര് ഇനി ഇരിക്കുകയാണ്. അത് കാരണം കൊണ്ട് എന്തായാലും പാലക്കാടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ. അതൊക്കെ ഓർമ്മിക്കുന്നു. പാലക്കാട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി വരുന്നതിനെ 101% ഞാൻ എതിർക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ കേരളം മദ്യത്തിലും മയക്കുമരുന്നിലുമാണ്. ഇനി ഒരു ബ്രൂവറിയും കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും പാലക്കാട്? അത് കാരണം ഞാനതിനെതിരായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ എനിക്ക് പാലക്കാട് ഇഷ്ടമാണ്. പാലക്കാട് നല്ല പൗരജനങ്ങളാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ. എന്നിട്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ ബ്രൂവറി അവിടെ എതിർക്കുന്നത് എലപ്പുള്ളിയിൽ. അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ ഒരു സ്ഥലം, ധാരാളം കർഷകർ യങ്സ്റ്റേഴ്സ് കൃഷിയിലേക്ക് വരുന്ന എലപ്പുള്ളി പോലെ വേറൊരു സ്ഥലമുണ്ടല്ലോ, ഏതാ അത്? അവിടെ ഒത്തിരി പേര് കൊല്ലങ്കോടും അല്ല, വേറെ ഞാൻ നെന്മാറയല്ല, കൊല്ലങ്കോടും അല്ല, ഒരു പുള്ളി ചേർന്ന് വരുന്നൊരു സ്ഥലമാണ്. ഞാൻ പെരുമാട്ടി വില്ലേജിലൊക്കെ വന്ന് എൻ്റെ PhD വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെ കോളേജിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, PhD ചെയ്യാൻ നേരത്തെ ഞാൻ നെൽകൃഷിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. അങ്ങനെ എനിക്ക് പാലക്കാടുമായിട്ട് ഒരുപാട് ഹൃദയം നിറഞ്ഞ അടുപ്പമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വരുന്ന താൻ ക്വാളിറ്റി വൈസായിട്ട് നല്ല മിടുക്കനായിരിക്കും. കാരണം അവിടുത്തെ കർഷകരൊക്കെ എനിക്കറിയാം, കേരളത്തെ തീറ്റിപ്പോറ്റുന്ന നല്ല കർഷക ജനതയുള്ള ഒരു നാട്. അപ്പോൾ അങ്ങനെയുള്ളത്. പക്ഷേ ഇപ്പോൾ 60 കഴിഞ്ഞവരാരും കൃഷിയിലില്ല. ഉണ്ടോ? അന്ന് അവിടുത്തെ കർഷകർ തന്നെ എന്നോട് പറഞ്ഞത് 60 കഴിഞ്ഞ ആരും, അതായത് യങ്സ്റ്റേഴ്സ് ആരും കൃഷിയിലേക്ക്. അതിൻ്റെ അപവാദമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ബ്രൂവറി പോലെ വേറെ അതുപോലെ എലപ്പുള്ളി പോലെ വേറെ ഒരു താൻ അതൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല ആ പേര്. അവിടെ അവരെന്നെ ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചതാണ്, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ പാലക്കാട്ടിൽ നിന്ന് വന്നവൻ വളരെ നന്നായി പെർഫോം ചെയ്യണം. സിവിൽ സർവീസ് എടുക്കുക കേട്ടോ. ശശി തരൂരിനെയൊക്കെ ഓവർടേക്ക് ചെയ്യത്തക്ക രീതിയിൽ സിവിൽ സർവീസൊക്കെ കിട്ടണം. ഇപ്പോൾ കയറുക ഇതിനകത്ത്, അങ്ങനെ മിടുക്കനായിട്ട്. പക്ഷേ ബഡ്ജറ്റ് നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാലല്ലേ എന്താണ് നാടിന് നല്ലത്, എന്താണ് പാലക്കാടിന് വേണ്ടത്. പാലക്കാടിൻ്റെ കൃഷി സംരക്ഷിച്ചെടുക്കണമെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബജറ്റൊക്കെ വെച്ച് നന്നായി പഠിക്കണം. അങ്ങനെ സാമ്പത്തിക ശാസ്ത്രങ്ങളെ നോക്കി പഠിച്ച്. ഓക്കെ. ഈ ശിരുവാണി ഡാം എവിടെയാണ്? പാലക്കാട്. അതിനടുത്താണോ വീട്? അല്ല, മംഗലം ഡാമാണ്. മംഗലം ഡാം. ശിരുവാണി ഡാമിൻ്റെ പ്രത്യേകത എന്തോ? ശിരുവാണി ഞങ്ങളുടെ നാട്ടിലുള്ള ഡാമോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അറിയില്ല. ശിരുവാണി ഡാമിൽ നിന്നാണ് കോയമ്പത്തൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ശുദ്ധജലവും പോകുന്നത്. അറിഞ്ഞിരിക്കണം. കോയമ്പത്തൂരിൻ്റെ
കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് പാലക്കാട്ടെ ശിരുവാണി ഡാമാണ്. ദീപക്ക് അത്തരം കാര്യങ്ങൾ മാഡം പറഞ്ഞതുപോലെ ബേസിക്കായിട്ടുള്ള പാലക്കാടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആകാൻ ഉണ്ട് ജനറൽ നോളജ് ഉൾപ്പെടെ. പാലക്കാട് കാരണം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഇൻ്റർവ്യൂവിന്. ഒപ്പം യു മേ ഇൻക്രീസ് യുവർ വോയിസ്. സംസാരിക്കുമ്പോഴുള്ള ഒരു ശബ്ദം, ഒരു എനർജി ലെവൽ. ഭയങ്കര ബുദ്ധിമുട്ടിയാണോ? ബസ്സിൽ സീറ്റില്ലാതാണോ വന്നത്? ട്രെയിന് അത് ബർത്തില്ലാതാണോ വന്നത്? ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണോ വന്നത്? അതിൻ്റെ ഒരു ക്ഷീണം മുഖത്തുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലെ, നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം അത് മറ്റൊരാൾക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ എന്ത് ചെയ്യുക? കോൺഫിഡൻ്റായിട്ട് ഒന്ന് ചെയ്യുക, ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, മുഖത്തൊരു സ്മൈൽ വരുത്തുക. മേക്ക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ ബോഡി ലാംഗ്വേജ്, യുവർ വോയിസ് മോഡുലേഷൻ, ആൻഡ് തറോ വിത്ത് യുവർ നോളജ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദീപക് പാലക്കാടിനെ കുറിച്ച് നന്നായി പഠിക്കണം. പാലക്കാട് ഒരുപാട് ബ്യൂറോക്രാറ്റ്സ്, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് ഉള്ള സ്ഥലം, ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലം, ഒരുപാട് സാഹിത്യകാരന്മാരുള്ള സ്ഥലം, ഇതൊക്കെയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. മനസ്സിലല്ലേ? അത് തീർച്ചയായിട്ടും ചോദിക്കും. കാരണം ഇത് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. മനസ്സിലല്ലേ? ഇവരുടെയൊക്കെ പേരുകൾ ചോദിക്കാം. നിങ്ങളൊന്ന് ഫേമസ് ബ്യൂറോക്രാറ്റ്സ് ഫ്രം പാലക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റപ്പാലം അവരുടെ തലസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ. മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ പാലക്കാടിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഭരണഘടനാ ഭേദഗതികൾ, ഞാൻ ചോദിച്ച ആ ചോദ്യങ്ങൾ, മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ ഇവരെല്ലാവരും കുഴപ്പക്കാരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾ നടത്തരുത്. മനസ്സിലല്ലേ? പ്രശ്നങ്ങളുണ്ട്. മനസ്സിലല്ലേ? പ്രശ്നങ്ങളുണ്ട്. അത് കുറേ ചില തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുള്ളൂ. ഈ ഭൂരിപക്ഷം ആൾക്കാർ കുഴപ്പക്കാരാണെന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ ബോർഡിന് ജനറലൈസ് നടത്തരുത്. മനസ്സിലല്ലേ? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഇല്ലല്ലോ. മനസ്സിലല്ലേ? അപ്പോൾ ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഈ ദിവസങ്ങളിൽ പത്രമൊക്കെ നല്ലപോലെ വായിക്കണം. ജോലി ഉണ്ടെങ്കിലും നല്ലപോലെ പത്രം വായിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടൂല. നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, അത് ഓക്കെ. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തേ പറ്റും. അത് ചെയ്തിട്ട് പോവുക. ഓക്കെ. Wish you all the very best. Thank you. Right. Okay.